ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു വൈകുന്നേരമാണ്, ഒരു 3:30 മണി 4 മണിയാവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനും കാശി, അജ്ജു, വിജയചേട്ടൻ, നമ്മൾ 3 പേരും 4 പേരും കൂടി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് അജ്ജുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അജ്ജുവിൻ്റെ 10th ബർത്ത്ഡേ ആട്ടോ, December 22. ഞാൻ കുറേ ആയി വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടി കാരണം ഇതിപ്പോഴും ഈ ഫോണിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അജ്ജുവിന് കുറേ പരിപാടിയുണ്ട്. കാസർഗോഡ് പോകണം, കാഞ്ഞങ്ങാട് പോകണം, കേക്ക് എടുക്കാൻ പോകണം കാഞ്ഞങ്ങാട്, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അജ്ജുനെ മൈലാട്ടിയിലാക്കണം, കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 7 മണി ആകുമ്പോഴത്തേക്കാണ് കേക്ക് കട്ടിങ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കുറേ പേരൊന്നുമില്ല. അജ്ജുവിൻ്റെ കുറച്ച് കളിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരും പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് റിലേറ്റീവ്സും കേട്ടോ. അങ്ങനെ അജ്ജുവിനെ വീട്ടിലാക്കി, അജ്ജുവിനെയും കാശിനെയും നമ്മളെ വീട്ടിലാക്കിയിട്ട് പോകുന്ന വഴിയാണ്, കാഞ്ഞങ്ങാടേക്ക് പോകുന്ന വഴിയാണ്. എന്തെല്ലോ പ്ലാൻ ചെയ്ത്, പക്ഷെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ല കേട്ടോ നമ്മൾ പിന്നീട് പ്ലാൻ ചെയ്തത് പോയതൊന്നും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 5 മണി ആവാനായി തോന്നുന്നു. എനിക്ക് 5 മണിയല്ല, 4:30 മണി 5 മണി ആവാനായി കാഞ്ഞങ്ങാട് എത്തുമ്പോഴത്തേക്ക്. കാഞ്ഞങ്ങാട് നമ്മുടെ ഇതില്ലേ എന്താണ് ഫലൂദ, അവിടെ ആട്ടോ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കെല്ലാം റെഡി ആയിട്ട് കിട്ടി. അക്ഷയ് 10 എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതാട്ടോ തീമാട്ടോ നമ്മൾ കേക്കിലാക്കിയിട്ടുള്ളത്, മെസ്സി, അക്ഷയ്, അർജൻറ്റീന, ആ ഒരു ഇതായിട്ട് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതെല്ലാം വാങ്ങിയിട്ട് കാഞ്ഞങ്ങാട് നിന്ന് കുറച്ച് വേറെന്തോ സാധനം വാങ്ങാണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിയിട്ട് കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന വഴിക്ക് മാങ്കാൽ എത്താനാകുമ്പോഴുണ്ടല്ലോ അതേ കിടക്കുന്ന ഒരു പാനിപൂരി, എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര അതിനോട് കൂടുതലാണ് ഇഷ്ടം. അപ്പോൾ ഞാനങ്ങനെ എന്തെല്ലോ ഭ്രാന്ത് കഴിച്ചിട്ട് തിന്നാനുള്ള ഒരു പരവേശത്തിലാണ്. അപ്പോൾ കുറേ അങ്ങനെ കഴിച്ച് ഞാൻ കുറേ കഴിച്ചിട്ട് 2 പ്ലേറ്റ് അങ്ങനെ ഏകദേശം കഴിച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായി. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് സെറ്റായി. അങ്ങനെ ഉണ്ടല്ലോ, ഞാനും വിജയചേട്ടനും വീട്ടിലേക്ക് എത്തി, മൈലാട്ടി വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് അവിടെ ഫുഡെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം അവരെടുത്ത് വെച്ച് അപ്പോഴത്തേക്ക് അജ്ജുവിൻ്റെ ഫ്രണ്ട്സ് അവിടെ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കണ്ടിട്ടായിട്ടാകുമ്പോൾ അവരെല്ലാവരും വന്നു. അപ്പോഴത്തേക്കന്നെ സമയം 7 മണി എന്തോ ആവാനായി. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് രാധികേച്ചി മേലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഡെക്കറേഷൻ, ചെറിയ രീതിയിൽ നല്ല രീതിയിൽ ഡെക്കറേഷൻസ് എല്ലാം ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ അജ്ജുവിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് എല്ലാം നടക്കാൻ പോകുന്നത്. അങ്ങനെ ഇതെല്ലാം അജ്ജുവിൻ്റെ ഫ്രണ്ട്സാട്ടോ, കുറേ പേരുണ്ട്, 10-12 പേരുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കാശിയുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാശിക്ക് ബലൂണിനെ ഭയങ്കര പേടിയാണ്, എന്നാലും അടുത്തടുത്ത് പോയിക്കൊണ്ടും ഇങ്ങനെ എടുത്തുകൊണ്ടെല്ലാം ഉണ്ട്. പക്ഷെ അവന് പൊട്ടെന്ന് വെച്ചിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്ക് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ അക്ഷയ് 10 വയസ്സായി ഇന്നേക്ക് അജ്ജുവിന്. അങ്ങനെ രാധികേച്ചി കേക്കെല്ലാം എടുത്തുകൊണ്ട് മേലോട്ട് പോകുന്നതാണുള്ളത്. അപ്പോഴത്തേക്ക് സമയം ഒരു 7:30 മണി ആവാനായിട്ട്, കാരണം വേഗം കട്ടാക്കിയാലേ വേഗം എല്ലാ പരിപാടിയും നടക്കൂ. പിള്ളേർക്ക് അവരെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ കൂടുതൽ ലേറ്റാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെന്താ, അപ്പോഴത്തേക്ക് കുറച്ച് നമ്മളെ അടുത്ത റിലേറ്റീവ്സ് എല്ലാം വന്നു. മാമൻ, അമ്മായി, പിന്നെ രാധികേച്ചിൻ്റെ ഫാമിലി, പിന്നെ നമ്മളെ ഏട്ടൻ രജിതേച്ചി, കുറേ പേര് നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു. കേക്ക് മുറിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, ക്യാൻഡിലും അതുപോലെ അതിൻ്റെ കുറേ സാധനം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് റെഡിയാക്കി. മറ്റേ മറിക്കോ
ആ വളക്കെല്ലാം പോയാ ചെടി പോയി ചെടി പോയി ചെടി പോയി സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഏകദേശം അവസാനിച്ചു. എല്ലാവരും ഫുഡെല്ലാം ഞാൻ കഴിച്ചിട്ടില്ല. അജുവിൻ്റെ ഫ്രണ്ട്സെല്ലാം ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ എല്ലാവരും പോകേണ്ട ഒരു പരിപാടിയിലേക്ക് എത്തി. അപ്പോൾ അവരെല്ലാം ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയിലായിരിക്കും പോകുന്നത്. പിന്നെന്താ നല്ല വിശക്കുന്നുണ്ട്. കഴിക്കണം അത്രേ. അപ്പോൾ അവർ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓരോരോ കുറച്ച് പേരായിട്ട് കഴിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ, അജുവിൻ്റെ കുറച്ച് ബർത്ത്ഡേ പിക്സ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.